കേരളത്തിലെ പ്രസിദ്ധമായ ലക്ഷ്മണ ക്ഷേത്രങ്ങളിലൊന്നാണ് കോട്ടയം ജില്ലയിലെ കുടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. രാമായണ മാസക്കാലത്ത് ഒട്ടനവധി ഭക്തരാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ലക്ഷ്മണസ്വാമിയുടെ അനുഗ്രഹം തേടി 1500-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ പുണ്യ സങ്കീർണത്തിലേക്ക് എത്തുന്നത്. കോട്ടയം രാമപുരത്തെ 4 അമ്പലങ്ങളിൽ ഒന്നായ കുടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. കോട്ടയം ജില്ലയിലെ 4 അമ്പലങ്ങളിൽ രണ്ടാമത് ക്ഷേത്രമാണ് കുടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ലക്ഷ്മണസ്വാമി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്താം. 4 കൈകളാലും അനുഗ്രഹം വാരിച്ചൊരിയുന്ന ചതുർബാഹുവായിട്ടുള്ള ഏറെ വിശിഷ്ടമായ പ്രതിഷ്ഠയാണ് ഇവിടെ ശ്രീ ലക്ഷ്മണസ്വാമിയുടേത്. ശംഖ്, ചക്രം, ഗദ, പത്മം ധരിച്ച് ചതുർബാഹുവായ ലക്ഷ്മണസ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. 4 അമ്പലത്തിനകത്ത് ശ്രീ ദക്ഷിണാമൂർത്തി, ഗണപതി ദേവന്മാരും പുറത്ത് യക്ഷി, രക്ഷസ് എന്നീ മൂർത്തികളും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിന് സമീപത്ത് ഭദ്രകാളിയുടെയും ശാസ്താവിന്റെയും ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് ഇവിടുത്തെ ദർശന ചൈതന്യം വർദ്ധിപ്പിക്കുകയാണ്. സന്താന ലബ്ധിക്കടക്കം കുടപ്പുലം ലക്ഷ്മണസ്വാമിക്ക് വഴിപാട് സമർപ്പണത്തിനായി നിരവധി ഭക്തരാണ് എത്തുന്നത്. ചതുർബാഹു സമർപ്പണമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഭഗവാൻ 4 കരങ്ങളിലായി ധരിച്ചിരിക്കുന്ന ശംഖ്, ചക്രം, ഗദ, പത്മ എന്നിവ തട്ടത്തിലാക്കി ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിക്കുന്ന വഴിപാടാണ് ചതുർബാഹു സമർപ്പണം. കൂടാതെ സന്താന ലബ്ധിക്കായി അരമണി സമർപ്പണം വഴിപാട് നടത്തി വരുന്നു. സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്ന ദമ്പതികൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഭഗവാൻ അരമണി സമർപ്പണം നടത്തി പ്രാർത്ഥിച്ചാൽ സന്താനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. രാമായണ മാസത്തിൽ 4 അമ്പല ദർശന പുണ്യത്തിനായി രാമപുരത്തേക്ക് എത്തുന്നവർ നിരവധി. ഞങ്ങൾ 37 ആളാണ് വന്നിട്ടുള്ളത്. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തു നിന്നുള്ള ആൾക്കാരാണ് എല്ലാവരും. ഞങ്ങളിവിടെ 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇതിൽ ആദ്യമായിട്ട് വരുന്നവരും ഉണ്ട്. ആദ്യത്തെ ശ്രീരാമൻ്റെ അമ്പലത്തിൽ പോയിട്ട് സുഖമായിട്ട് തൊഴാൻ പറ്റി. ശിവേലിയായിരുന്നു, ശിവേലി കഴിച്ചുകൊണ്ട് നല്ലൊരു ഇതായിരുന്നു. വനവാസകാലത്ത് ശ്രീരാമ ഭഗവാനെ തേടി ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന സഹോദരന്മാർ ഇപ്പോൾ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ എത്തിയെന്നാണ് വിശ്വാസം. ശ്രീരാമ, ലക്ഷ്മണ ഭഗവാന്മാരെ ദർശിച്ച് ഇനി യാത്ര ഭരത, ശത്രുഘ്ന സ്വാമിമാരുടെ സന്നിധിയിലേക്ക്. പ്രകൃതി മനോഹരമായ പ്രദേശത്ത് കുടികൊള്ളുന്ന ഈ ലക്ഷ്മണ ക്ഷേത്രം 1500 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രം ഭക്തർക്ക് എപ്പോഴും ആശ്രയ കേന്ദ്രമാണ്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.